സോ ട്രപ്പസോഡൽ നോച്ച് ഫോളിന്റെ തേർഡ് പാർട്ടാണ് പറയുന്നത്. ഓൾറെഡി നമ്മൾ ക്വസ്റ്റ്യനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് ട്രപ്പസോഡൽ നോച്ച് ഫോൾ ഡിസൈൻ പഠിച്ചു. പിന്നെ അതേപോലെ തന്നെ നോച്ചിന്റെ ഡിസൈൻ ചെയ്തു. പിന്നെ അബട്ട്മെന്റിന്റെ ഇടയ്ക്കുള്ള ഡ്രോപ്പ് വാളിന്റെ ഡിസൈൻ ചെയ്തു. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഹൊറിസോണ്ടൽ ഫ്ലോറോ അല്ലെങ്കിൽ വാട്ടർ കുഷ്യന്റെ ഫ്ലോർ വരെ നമ്മൾ ഡിസൈൻ ചെയ്തു. ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്ന സ്റ്റെപ്പ് 5 ആണ് നോച്ചസ് ആൻഡ് നോച്ച് പിയർ. അപ്പം നമ്മൾ ഇതിനകത്ത് നോച്ച് കൊടുക്കുന്നു. നോച്ചും നോച്ച് പിയറിന്റെ കണ്ടീഷൻസ് ആണ് ഇവിടെ നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി 2 നോച്ചസ് ആണ് നമ്മൾ ഡിസൈനിൽ പറഞ്ഞിരിക്കുന്നത്. 2 നോച്ചസ് ആർ അറേഞ്ച്ഡ് ഇൻ ദി നോച്ച് പിയർ ഓവർ ദി ഡ്രോപ്പ് വാൾ. അതായത് ജസ്റ്റ് നിങ്ങൾ ഫിഗർ നോക്കാമെങ്കിൽ ഇതിനകത്ത് എങ്ങനെയാണ് ഇതിനകത്ത് ഈ ഡ്രോപ്പ് വോളിൽ ഏതാ ഡ്രോപ്പ് വോൾ എന്ന് പറയുന്നത്? ഇതാണ് നമ്മുടെ ഡ്രോപ്പ് വോൾ. ഡ്രോപ്പ് വോളിൽ നമ്മൾ 2 നോച്ചസ് ആണ് നമ്മൾ ഓൾറെഡി ഡിസൈനിനകത്ത് പറഞ്ഞിരിക്കുന്നത്. സോ അതാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ 2 നോച്ചസ് ആർ അറേഞ്ച്ഡ് ഇൻ ദി നോച്ച് പിയർ ഓവർ ദി ഡ്രോപ്പ് വോൾ. Sill level of the notch is kept at the bed level of the upstream channel. Sill level of the notch. Sill level of the notch എന്ന് പറയുന്നത് ഏതാണ്? Sill level of the notch. ഇതാണ് നമ്മുടെ നോച്ച് നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്ന നോച്ച്. ഇത് നോച്ചിന്റെ സിൽ ലെവൽ. പിന്നെ ഇതാണ് ഡ്രോപ്പ് വോൾ. അപ്പൊ സിൽ ലെവൽ ഓഫ് നോച്ച് എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്? ബെഡ് ലെവൽ ഓഫ് അപ്സ്ട്രീം സൈഡിന്റെ ബെഡ് ലെവലിലായിട്ടാണ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ക്വസ്റ്റ്യനകത്ത് അപ്സ്ട്രീമിന്റെ ബെഡ് ലെവൽ 10 ആയിട്ട് തന്നിട്ടുണ്ട് ഓൾറെഡി. ദെൻ നെക്സ്റ്റ് ടോപ്പ് ഓഫ് നോച്ച് പിയർ ഈസ് കെപ്റ്റ് അറ്റ് അപ്സ്ട്രീം ഫുൾ സപ്ലൈ ലെവൽ. അതേപോലെ നെക്സ്റ്റ് ഈ സെയിം ഫിഗറിൽ തന്നെ നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇതാണ് നമ്മുടെ നോച്ച്. അപ്പൊ നോച്ചിന്റെ ടോപ്പ് ലെവൽ എവിടെയാണ്? ടോപ്പ് എന്ന് പറയുന്നത് അപ്സ്ട്രീമിലുള്ള ഫുൾ സപ്ലൈ ലെവലും ഇതിന്റെ സിൽ എന്ന് പറയുന്നത് അപ്സ്ട്രീമിലുള്ള ബെഡ് ലെവലുമായിട്ടാണ് നമ്മൾ കീപ്പ് ചെയ്തിരിക്കുന്നത്. 2 ലെവലും ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. അതാണ് ഫസ്റ്റ് 2 സ്റ്റെപ്പിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി മിനിമം വിഡ്ത്ത് ഓഫ് നോച്ച് പിയർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് 1 മൈനസ് 0.15 എന്ന് പറയുന്നത്. വേർ 1 എന്ന് പറഞ്ഞാൽ തിക്നെസ് ഓഫ് ഡ്രോപ്പ് വോൾ. അതായത് ഈ നോച്ച് വന്ന് മീറ്റ് ചെയ്യുന്നത് ഡ്രോപ്പ് വോളിന്റെ ഇവിടെയാണ്, ടോപ്പ് വിഡ്ത്ത് ആണ് ഇല്ലേ? അപ്പൊ ഈ ടോപ്പ് വിഡ്ത്തിൽ നിന്നും എന്ത് ചെയ്യുക? ടോപ്പ് വിഡ്ത്ത് ഓഫ് ദി ഡ്രോപ്പ് വോളിൽ നിന്നും 0.15 മൈനസ് ചെയ്യുന്നതാണ് നോച്ചിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. അതാണ് ഈ കണ്ടുപിടിച്ചിരിക്കുന്നത്. 1 മൈനസ് 0.15 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 0.85 കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നോച്ചിന്റെ വിഡ്ത്ത് നമ്മളൊരു 0.85 മീറ്റർ ആയിട്ട് വെക്കുന്നു. അതായത് നിങ്ങൾ ജസ്റ്റ് ഈ ഫിഗർ നോക്കുക. ഇതാണ് നമ്മുടെ ഡ്രോപ്പ് വോളിന്റെ ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഡ്രോപ്പ് വോളിന്റെ വ്യൂ ഇതാണ്. ഓക്കെ, അതിനകത്ത് ഒരു 0.15 മീറ്റർ അല്ലെങ്കിൽ 15 സെന്റിമീറ്റർ വിട്ടതിന് ശേഷം ബാക്കി പോർഷനിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? നോച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പം ആ നോച്ചിന്റെ വിഡ്ത്ത് എത്രയാണ് ഇപ്പൊ നമുക്ക് കിട്ടിയത്? 1 മൈനസ് ഇത് മൊത്തം എത്രയാണ്? ഇത് മൊത്തം 1 ആണ്. ആ 1ൽ നിന്നും ഇത്രയും ഡിസ്റ്റൻസ് 15 സെന്റിമീറ്റർ നമ്മൾ കുറച്ചു. ഈ 1 എന്ന് പറയുന്ന മീറ്റർ ആണ്. ഇത് 0.15 മീറ്റർ. ബാക്കി എത്ര വരും? അപ്പം ബാക്കി 0.85 മീറ്റേഴ്സ് ആയിരിക്കും വിഡ്ത്ത് അല്ലെങ്കിൽ അതിന്റെ മിനിമം വിഡ്ത്ത് എന്ന് പറയുന്നത്. അതാണ് ഈ താഴെ കാണിച്ചിരിക്കുന്ന ഫിഗർ. ഓക്കെ, ഇനിയും അപ്പൊ ഇതുകൂട്ട് തന്നെ ഈ വെള്ളത്തിന്റെ ഒരു സ്മൂത്ത് എൻട്രൻസിന് വേണ്ടിയിട്ട്, അതായത് എഡി കറൻസ് ഒന്നും ഡെവലപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെറിയൊരു ലെയേഴ്സ് പോലെയായിട്ടാണ് ഇതിൽ കീപ്പ് ചെയ്തിരിക്കുന്നത്. അതാണ് ഈ പടം കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയും ലെവൽസും മാർക്ക് ചെയ്യുക. പിന്നെ ഇത് ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. നോച്ചിന്റെ ബോട്ടം വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാ? 0.4 ആണെന്നും അതേ കൂട്ട് തന്നെ ടോപ്പ് വിഡ്ത്ത് 0.7 ആണെന്നും നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കാൽക്കുലേഷനിൽ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. നോച്ചിന്റെ ഡിസൈനകത്ത് നോക്കിയ നോച്ചിന്റെ ഡിസൈനകത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ ബോട്ടം വിഡ്ത്ത് 0.4, ടോപ്പ് വിഡ്ത്ത് നമുക്ക് 0.7 ആയിട്ടാണ് കിട്ടിയത്. അതാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ബോട്ടം വിഡ്ത്ത് ആസ് ഇത് 40 സെന്റിമീറ്റർ. 40 സെന്റിമീറ്റേഴ്സ്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ എത്രയാണ്? 70 സെന്റിമീറ്റേഴ്സും കൊടുത്തിരിക്കുന്നു. ഈ 85 നമുക്ക് ഇപ്പൊ കിട്ടിയതാണ്. 15 സെന്റിമീറ്റർ നമ്മളിപ്പോ കാൽക്കുലേഷനകത്ത് എടുത്തതാണ്. അപ്പൊ അത്രയാകുമ്പോഴത്തേക്കും നോച്ചിന്റെ ഡിസൈൻ കംപ്ലീറ്റ് ആയി. അത്രയും കാര്യങ്ങൾ മെൻഷൻ ചെയ്യുക. ഇനി നെക്സ്റ്റ് വരുന്നത് സ്റ്റെപ്പ് 6 പ്രൊട്ടക്ഷൻ വർക്ക്സ് ആണ്. അതായത് ഈ ബാങ്ക് സൈഡിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫിഗർ വരുന്ന എങ്ങനെയാ?
ഇതാണ് നമ്മുടെ നോച്ചിരിക്കുന്ന ഡ്രോപ്പ് വോൾ ഇല്ലേ. ഇതിന്റെ സൈഡിലാണ് എന്ത് വരുന്നത്, ബാങ്ക് പോർഷൻസ് വരുന്നത്. അപ്പൊ ഈ ബാങ്ക് പോർഷൻസിൽ കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ വർക്ക്സ്, ഈ പ്രൊട്ടക്ഷൻ വർക്ക്സിനെയാണ് നമ്മൾ നെക്സ്റ്റ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഫിഗറിനകത്ത് നോക്കിയാൽ കാണാൻ പറ്റും ഏതാണ് പ്രൊട്ടക്ഷൻ വർക്ക്. ഇതാണ് നമ്മുടെ നോച്ചിരിക്കുന്ന പോർഷൻ, നോച്ച് വരുന്ന പോർഷന് നോച്ച് പിയറും ഡ്രോപ്പ് വോളും എല്ലാം വരുന്നത്. ഈ പ്രൊട്ടക്ഷൻ വർക്കാണ് നമ്മൾ ഇനി ഇതിന്റെ സൈഡിൽ, ഇതാണല്ലോ ബാങ്ക് പോർഷൻ. ഏതാ ബാങ്ക് പോർഷൻ, ഇതാണ് നമ്മുടെ ബാങ്ക് പോർഷൻ, രണ്ട് സൈഡിലുള്ള ബാങ്ക് പോർഷൻ. ഈ ബാങ്ക് പോർഷന് കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ വർക്ക്സിനെ പറ്റിയാണ് ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അപ്പൊ അതിൽ എന്തൊക്കെയാന്ന് നോക്കാം. ഈ പ്രൊട്ടക്ഷൻ വർക്ക് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഫിഗർ വരുന്നത് ഇങ്ങനെയാണ്. ഏതാ നമ്മൾ ഫസ്റ്റ് അബട്ട്മെന്റ് നിങ്ങൾ പഠിച്ചപ്പം വരച്ച അതേ സെയിം ഫിഗർ ആണ്. അതിന്റെ ഒരു സൈഡ് മാത്രമേ വരയ്ക്കുന്നുള്ളൂ. നോക്കിയേ, ഇതിന്റെ സെക്ഷൻ ഈ ഒരു സൈഡ് മാത്രമാണ് ഇപ്പൊ വരച്ചേക്കുന്ന ഫിഗർ. ഇതെന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഡ്രോപ്പ് വോൾ ആണ്. ഡ്രോപ്പ് വോൾ ഇരിക്കുന്ന ഇതാണ്. ഡ്രോപ്പ് വോളിന്റെ അപ്സ്ട്രീം സൈഡിലുള്ള വിങ് വോളും ഡൗൺ സ്ട്രീം സൈഡിലുള്ള വിങ് വോളും. അപ്പൊ ഈ ഡാർക്കൺ ചെയ്ത് കാണിച്ചിരിക്കുന്നതാണ് എന്ത്, അബട്ട്മെന്റ്. അബട്ട്മെന്റ് അല്ലെങ്കിൽ ജസ്റ്റ് ഏതാ നമ്മുടെ ഈ ഫിഗർ നോക്കുക. ഇതിനകത്ത് ഈ വരച്ചിരിക്കുന്ന സെയിം സംഭവങ്ങൾ തന്നെയാണ് ഈ അബട്ട്മെന്റ്. പിന്നെ ഇതിനകത്ത് പിയർ ഇരിക്കുന്നു, ഈ സൈഡിലും വരുമ്പോഴത്തേക്കും അബട്ട്മെന്റ്. അപ്പോൾ ഈ അബട്ട്മെന്റിന്റെ രണ്ട് സൈഡിലായിട്ടും വരുന്ന പ്രൊട്ടക്ഷൻ വർക്കിന്റെ ഡിസൈൻ ആണ് നമ്മളിപ്പം പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രൊട്ടക്ഷൻ വർക്ക് പ്രൊട്ടക്ഷൻ വർക്കിന്റെ ഡിസൈൻ വരുമ്പോഴത്തേക്കും അതിനെ നമ്മൾ 4 കമ്പോണൻസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്താണ് ഇതിനെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ കണ്ടേ, എ ടു ബി. എ ടു ബി എന്ന് പറഞ്ഞാൽ എന്താ നോക്കിക്കേ. എ ടു ബി എന്ന് പറഞ്ഞാൽ എന്താ, അപ്സ്ട്രീം സൈഡിലെ വിങ് വോൾ ആണ്. ഇത് നമ്മുടെ ഡ്രോപ്പ് വോൾ ഇരിക്കുന്ന സ്ഥലമാണ്. ഡ്രോപ്പ് വോൾ അതിന്റെ എൻഡി കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ ആണ് അബട്ട്മെന്റ്. അബട്ട്മെന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് വരുമ്പോഴത്തേക്ക് ഡൗൺ സ്ട്രീം സൈഡിലെ വിങ് വോൾ, പിന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ചൊരു റിട്ടേൺ വോളും കൊടുത്തിട്ടുണ്ട്. അപ്പം എ ബി എന്ന് പറയുന്നത് അപ്സ്ട്രീം വിങ് വോൾ, ബി സി എന്ന് പറയുന്നത് അബട്ട്മെന്റ്, സി ഡി എന്ന് പറയുന്നത് ഡൗൺ സ്ട്രീം വിങ് വോൾ, ഇത് റിട്ടേൺ വോൾ ആണ്. ഏതാ, ഡി ഇ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഓരോന്നായിട്ടാണ് നമ്മൾ ഇനി സ്പെസിഫിക്കലി പറയാൻ പോകുന്നത്. അപ്പൊ അതിലെ ഫസ്റ്റ് വൺ ഏതാണ്, ഫസ്റ്റ് വൺ ഈസ് അബട്ട്മെന്റ്. അബട്ട്മെന്റ് ആണ് നമ്മൾ അതിലെ ഫസ്റ്റ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അബട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഏതാ, ബി സി, ഈ പോർഷൻ ഡ്രോപ്പ് വോളിന്റെ എൻഡിൽ വരുന്ന ഈ അബട്ട്മെന്റ്. ഏതാണ്, ഡ്രോപ്പ് വോളിന്റെ എൻഡിൽ വരുന്ന അബട്ട്മെന്റ്. ഈ അബട്ട്മെന്റ് ഇതാണ് നമ്മുടെ ഈ ഫിഗറിനകത്ത് നോക്കി ഇതറിയാം നമുക്ക് ഡ്രോപ്പ് വോൾ ആണ്. ഡ്രോപ്പ് വോളിന്റെ എൻഡിൽ കൊടുക്കുന്ന ഈ അബട്ട്മെന്റിന്റെ കണ്ടീഷൻ, ഇത് സെക്ഷൻ ആണ്, മറ്റേത് പ്ലാൻ ആണ്. അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ അബട്ട്മെന്റിന്റെ പറയുമ്പോൾ ലെങ്ത് ഓഫ് ദി അബട്ട്മെന്റ്, അതായത് അബട്ട്മെന്റിന് എത്ര ലെങ്ത് വേണം എന്ന് പറയുന്നത് ഡ്രോപ്പ് ഓഫ് വിഡ്ത്ത് ഓഫ് ദി ഡ്രോപ്പ് വോൾ അറ്റ് ദി ഫൗണ്ടേഷൻ. അതായത് നമ്മൾ ഓൾറെഡി ഡ്രോപ്പ് വോൾ നമ്മൾ ഡിസൈൻ ചെയ്തു ഇല്ലേ. ഇതാണ് നമ്മുടെ ഡ്രോപ്പ് വോൾ നമ്മൾ ഡിസൈൻ ചെയ്തത്. അപ്പോ ഈ അബട്ട്മെന്റ് എന്ന് പറയുമ്പോൾ ഡ്രോപ്പ് വോൾ വന്ന് സപ്പോർട്ട് ചെയ്യുന്നതാണ് അബട്ട്മെന്റിന്റെ ഡ്രോപ്പ് വോളിന്റെ ബോട്ടം വിഡ്ത്ത് എത്രയാണോ അത്രയും ആയിരിക്കണം നമ്മൾ കൊടുക്കുന്ന അബട്ട്മെന്റിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പം ഡ്രോപ്പ് വോളിന്റെ ബോട്ടം വിഡ്ത്ത് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. എത്രയാണ്, 2.6 നമ്മൾ ഓൾറെഡി കാൽക്കുലേഷനിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഈ ഡ്രോപ്പ് വോളിന്റെ ഡ്രോപ്പ് വോളിന്റെ വിഡ്ത്ത് എത്രയാണോ ഫൗണ്ടേഷൻ ലെവലിൽ അതിനോട് ഈക്വൽ ആയിരിക്കണം ലെങ്ത് ഓഫ് ദി അബട്ട്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഈ അബട്ട്മെന്റ് എത്ര ലെങ്ത് വേണമെന്നുള്ളത് അതിന്റെ ബേസിലോട്ടുള്ള ഡ്രോപ്പ് വിഡ്ത്ത് ആയിട്ട് നമ്മൾ എടുത്തു. സോ ലെങ്ത് എത്ര വരും, 2.6 meters ആയിട്ട് എടുത്തു. നെക്സ്റ്റ് ടോപ്പ് വിഡ്ത്ത്. അപ്പം ഇതാണ് ഞാൻ അബട്ട്മെന്റിന്റെ ക്രോസ് സെക്ഷൻ വരച്ചിരിക്കുന്നത്. അബട്ട്മെന്റിന്റെ ക്രോസ് സെക്ഷൻ ആണ് ഈ വരച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ടോപ്പ് വിഡ്ത്ത് നമ്മൾ ഒരു 0.5 ആയിട്ട് അസ്യൂം ചെയ്ത് കൊടുത്തു. 0.5 ഇവിടെ ടോപ്പ് വിഡ്ത്ത് നമ്മൾ എത്രയാണ്, 0.5 നമ്മൾ അസ്യൂം ചെയ്ത് കൊടുത്തതാണ്. ഇനി ടോപ്പ് ലെവൽ ഓഫ് ദി അബട്ട്മെന്റ്. ഈ അബട്ട്മെന്റിന്റെ ടോപ്പ് ഇതാണല്ലോ. ഈ ടോപ്പ് ലെവൽ ശരിക്കും എവിടെയായിരിക്കും മീറ്റ് ചെയ്യുന്നത്, നിങ്ങൾ നോക്കിക്കേ. അബട്ട്മെന്റിന്റെ ടോപ്പ് ലെവൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഏതാ നമ്മുടെ അബട്ട്മെന്റ്, ഇതില് ഉണ്ട് ഈ ഇതാണ് അബട്ട്മെന്റ് എന്ന് വരുന്നത്. ഇവിടെ ആയിട്ടാണ് അബട്ട്മെന്റ് വരുന്നത് അല്ലെ. അപ്പോ ഈ അബട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഗ്രൗണ്ടിന്റെ ടോപ്പ് ലെവൽ അല്ലെങ്കിൽ അപ്സ്ട്രീം സൈഡിന്റെ എന്താ വരുന്നത്, അപ്സ്ട്രീം സൈഡിന്റെ ടോപ്പ് ലെവൽ അല്ലേ വരുന്നത് അബട്ട്മെന്റിന്. സോ ഇവിടെ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ടോപ്പ് ലെവൽ ഓഫ് അബട്ട്മെന്റ് നമ്മൾ എപ്പോഴും വെക്കുന്നത് എവിടെയായിരിക്കും, ടോപ്പ് ലെവൽ ഓഫ് ദി ബാങ്കിന്റെ ടോപ്പ് ലെവലായിട്ടായിരിക്കും നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അതായത് നമുക്ക് എത്രയാണ് ക്വസ്റ്റൻ, അതായത് അപ്സ്ട്രീം സൈഡിലെ ടോപ്പ് ലെവൽ ഓഫ് ബാങ്ക് എത്രയാണോ അതായിരിക്കും. സോ അത് എത്രയാണ്, 12.5 ആയിട്ട് നമുക്ക് ഓൾറെഡി ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ടോപ്പ് ലെവൽ ഓഫ് ബാങ്ക് എന്ന് പറയുന്നതായിരിക്കും അബട്ട്മെന്റിന്റെ ടോപ്പ് ലെവൽ. സോ അതെത്രയാണ്, 12.5 ആയിട്ട് നമുക്ക് കിട്ടി. ഇനി ഇതിന് ചെറിയൊരു സ്ലോപ്പ് ഉണ്ട് ഇവിടെ. ഈ സ്ലോപ്പ് നമ്മൾ എത്രയായിട്ടാണ് എടുത്തിരിക്കുന്നത്, 1/8 ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. 1/8 അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. പിന്നെ അബട്ട്മെന്റ് റെസ്റ്റ് ഓൺ ദി ഫൗണ്ടേഷൻ കൺസിസ്റ്റ് ഓഫ്. ഇനി അതേ കൂട്ട് തന്നെ ഈ അബട്ട്മെന്റിന്റെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഈ അബട്ട്മെന്റ്
നമ്മൾ ഓൾറെഡി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഡ്രോപ്പ് വോളിന് ഒരു ഫൗണ്ടേഷൻ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഡ്രോപ്പ് വോളിന്റെ ഫൗണ്ടേഷനിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ടാണ് എന്തും നിൽക്കുന്നത്, അബട്ട്മെന്റും നിൽക്കുന്നത്. സോ ഇവിടെ വരുമ്പോഴും അബട്ട്മെന്റിനും ഡ്രോപ്പ് വോളിനും ഒരേ ഫൗണ്ടേഷൻ ആണ്. അപ്പൊ അവിടെ നമ്മൾ ഡ്രോപ്പ് വോളിന് കൊടുത്ത 1 മീറ്റർ ഫൗണ്ടേഷൻ തന്നെയായിരിക്കും നമ്മൾ എവിടെയും കൊടുക്കുന്നത്. 1 മീറ്റർ ഡെപ്ത് ഉള്ള ഫൗണ്ടേഷൻ ആയിരിക്കും ഇവിടെ അബട്ട്മെന്റിനും കൊടുക്കുന്നത്. സോ ഹൈറ്റ് ഓഫ് ദി ഡ്രോപ്പ് വോൾ നമുക്ക് ഈ ഫിഗറിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇത്രയും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. ലെങ്ത് ഓഫ് ദി അബട്ട്മെന്റ്, വിഡ്ത് ഓഫ് ഡ്രോപ്പ് വോൾ സെയിം വേണം, 2.6 എടുത്തു. ടോപ്പ് വിഡ്ത് നമ്മൾ 0.5 ആയിട്ട് അസ്യൂം ചെയ്തു. പിന്നെ അതിന്റെ ടോപ്പ് ലെവൽ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ബാങ്കിന്റെ സെയിം ലെവലാണ് അപ്സ്ട്രീം സൈഡിലെ. സോ അത് നമ്മൾ 12.5 ആയിട്ട് എടുത്തു. പിന്നെ ഇതിന്റെ ഫ്രണ്ട് ബാറ്റർ എന്ന് പറയുന്നത് 1/8 ആയിട്ട് നമ്മൾ എടുത്തു. അതിനുശേഷം ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇതിന്റെ ഫൗണ്ടേഷനും മെൻഷൻ ചെയ്യണം. ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഡ്രോപ്പ് വോളിന്റെ സെയിം ഫൗണ്ടേഷൻ ആണ്. സോ 1 മീറ്റർ ഡെപ്ത് തന്നെ വരും. അതിനുശേഷം ഇതിന്റെ പടം വരയ്ക്കുക. പടം വരയ്ക്കുമ്പോൾ എങ്ങനെയാണ്, ഫ്രണ്ടിൽ ബാറ്റർ കൊടുത്ത് വരയ്ക്കുക, ഫൗണ്ടേഷൻ മാർക്ക് ചെയ്യുക, ടോപ്പിൽ വിട്ട് നമ്മൾ 0.5 ആയിട്ട് എടുത്തു, ടോപ്പ് ലെവൽ 12.5 ആയിട്ട് എടുത്തു. ഈ ബാറ്റർ 1/8 ആണ്. ഇതിന്റെ ഡെപ്ത് എത്രയാണ്, 1 മീറ്റർ ഡെപ്തും ആണ്. ആൻഡ് ഇവിടെ നോക്കിക്കേ, നമ്മൾ ഓൾറെഡി ഡ്രോപ്പ് വോളിന്റെ ഫിഗർ വരച്ചത് നോക്കുക. ഡ്രോപ്പ് വോളിന്റെ ഫിഗർ വരച്ചപ്പോൾ നമുക്ക് ഇവിടുത്തെ ലെവൽ എത്രയായിരുന്നു, ഇവിടുത്തെ ലെവൽ ഇതാ നോക്കിക്കേ, ഇവിടുത്തെ ലെവൽ നമുക്ക് എത്രയായിട്ടായിരുന്നു കിട്ടിയേ, 7.6. അപ്പൊ നമ്മൾ പറഞ്ഞു ഡ്രോപ്പ് വോളിന്റെ അതേ ലെവലിലെ ഫൗണ്ടേഷൻ കണ്ടിന്യൂ ചെയ്ത് പോയേക്കോ അബട്ട്മെന്റിനും. അതുകൊണ്ട് ഈ ഫൗണ്ടേഷന്റെ ഇവിടുത്തെ ലെവൽ എത്രയാണോ ഈ സെയിം ആയിരിക്കും ആ ഫിഗറിനകത്തും വരുന്നത്. അതായത് 7.6ഉം സെയിം ഡെപ്ത് ആണ് ഫൗണ്ടേഷൻ കൊടുത്തത്. സോ 1 മൈനസ് ചെയ്തിട്ടുള്ള 6.6ഉം. സോ അതേ ലെവൽസ് നിങ്ങൾ എവിടെ കൊണ്ടുവന്ന് മാർക്ക് ചെയ്യുക, ഇവിടെ മാർക്ക് ചെയ്യുക. കാരണം എന്താണ്, ഡ്രോപ്പ് വോളിന്റെ അതേ ഫൗണ്ടേഷൻ ആണ് അബട്ട്മെന്റിനും എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. സോ രണ്ടിനും ഒരേ ഫൗണ്ടേഷൻ ആയതുകൊണ്ട് ഇവിടെയും ലെവൽ എത്ര വരും, 0.76ഉം 1 മീറ്റർ ഡെപ്ത് കഴിഞ്ഞാൽ 7.6 മൈനസ് 1 ചെയ്യുമ്പോൾ 6.66ഉം. ഇത് 7.6ഉം 1 ഡെപ്ത് മൈനസ് ചെയ്ത് കഴിയുമ്പോൾ 6.6ഉം കിട്ടും. സോ ഇതാണ് ഫിഗർ. ഇനി ഈ ഫിഗറിനകത്ത് നിന്ന് വേണം നിങ്ങൾ എന്ത് കണ്ടുപിടിക്കാൻ, ഹൈറ്റ് ഓഫ് ദി അബട്ട്മെന്റ് കണ്ടുപിടിക്കാൻ. അതായത് ഇത് എത്രയാണ് ഈ ഹൈറ്റ് എന്ന് കണ്ടുപിടിക്കാൻ. അതിന് എത്രയാ, ടോപ്പിലെ ലെവൽ 12.5, ഇവിടുത്തെ ഹൈറ്റ് ഈ ഫ്ലോറിന്റെ സ്റ്റാർട്ടിങ്ങിലെ ലെവൽ എത്രയാണ്, 7.6. അത് തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും, 4.9 ആണ് ഇതിന്റെ ഹൈറ്റ് കിട്ടുന്നത്. ഇനി ഇതിന്റെ ബോട്ടം വിഡ്ത് കൂടെ നമുക്ക് കണ്ടുപിടിക്കണം. ബോട്ടം വിഡ്ത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, ബോട്ടം വിഡ്ത് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. 0.4h, h എന്ന് പറഞ്ഞാൽ ഇതാണ് h, ഹൈറ്റ് ഓഫ് ദി അബട്ട്മെന്റ്. 0.4h ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1.96 കിട്ടും. അപ്രോക്സിമേറ്റ്ലി എത്രയായിട്ട് എടുക്കാം, 2 മീറ്റേഴ്സ് ആയിട്ട് എടുക്കാം. സോ എന്ത് കിട്ടി, അബട്ട്മെന്റിന്റെ എല്ലാ ഡയമെൻഷൻസും കിട്ടി. ആദ്യമേ അബട്ട്മെന്റിന്റെ ടോപ്പ് വിഡ്ത് നമ്മൾ 0.5 ആയിട്ട് അസ്യൂം ചെയ്തു. പിന്നെ ഇതിന്റെ ടോപ്പ് ലെവൽ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ലെവലിന്റെ, അതായത് ബാങ്കിന്റെ ലെവൽ എത്രയാണോ സെയിം ആയിരിക്കും. അപ്സ്ട്രീം സൈഡിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, അപ്സ്ട്രീം സൈഡിന്റെ സെയിം ലെവൽ ആയിരിക്കും. സോ 12.5 എടുത്തു. പിന്നെ ബാറ്റർ 1:8 നമ്മൾ കൊടുത്തു. പിന്നെ ഫൗണ്ടേഷൻ ഡ്രോപ്പ് വോളിന്റെ സെയിം കണ്ടിന്യൂ ചെയ്യുന്നത് കൊണ്ട് 7.6ഉം 6.6ഉം വന്നു. സോ നമുക്ക് ഈ രണ്ട് ലെവൽ തമ്മിൽ മൈനസ് ചെയ്താൽ ഹൈറ്റ് കിട്ടുന്നു. ഹൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ബേസ് വിട്ട് കണ്ടുപിടിക്കാം. ഇത്രയും നമ്മൾ ചെയ്തു. ഇനി നെക്സ്റ്റ് വരുന്നതാണ് അപ്സ്ട്രീം വിങ് വോൾ. അപ്പൊ ഏതാ, നമ്മളിപ്പോ BC, ഇതിനകത്ത് BC നമ്മളിപ്പോ ഡിസൈൻ ചെയ്തു. ഇനി അടുത്ത നമ്മൾ അപ്സ്ട്രീമിലുള്ള വിങ് വോൾ AB-യുടെ ഡിസൈനിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ AB നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ബി എന്ന് പറയുന്ന സെക്ഷൻ എവിടെയാണ് നിൽക്കുന്നത്, അബട്ട്മെന്റിന്റെ സെയിം ലെവലിലാണ് നിൽക്കുന്നത്. എ എന്ന് പറയുന്നത് എവിടെയാണ് നിൽക്കുന്നത്, അപ്സ്ട്രീം സൈഡിലുമാണ് നിൽക്കുന്നത്. അപ്പം ബി എന്ന് പറയുന്നത് അബട്ട്മെന്റിന്റെ സെയിം ലെവലും എ എന്ന് പറയുന്നത് അപ്സ്ട്രീം സൈഡിലും ആണെന്ന് ഓർക്കുക. ഇനി ഡിസൈൻ നോക്കിക്കേ. അപ്പൊ AB എന്ന് പറയുന്ന വിങ് വോൾ എന്ന് പറയുമ്പോൾ ടോപ്പ് ലെവൽ ഓഫ് ദി അപ്സ്ട്രീം വിങ് വോൾ. അപ്പൊ നമ്മൾ പറഞ്ഞു, ഇപ്പൊ ഈ പറഞ്ഞ പോലെ ടോപ്പ് ലെവൽ ഓഫ് ദി അപ്സ്ട്രീം വിങ് വോൾ എന്ന് പറഞ്ഞാൽ ഏതാ, ടോപ്പ് ലെവൽ ഓഫ് ദി അപ്സ്ട്രീം വിങ് വോൾ. എ എന്ന് പറഞ്ഞാൽ ഏതാണ്, ഡൗൺ സ്ട്രീമിന്റെ അതേ ലെവലാണ് അല്ലെ, ഡൗൺ സ്ട്രീം സൈഡിലെ ലെവൽ അല്ലേ. സോ ഡൗൺ സ്ട്രീമിലുള്ള അപ്സ്ട്രീമിലെ സെയിം ലെവൽ തന്നെയാണ്. അപ്സ്ട്രീമിലെ ലെവൽ എത്രയാണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ബാങ്കിന്റെ 12.5 ആണ് തന്നിട്ടുണ്ട്. സോ ടോപ്പ് ലെവൽ ഓഫ് അപ്സ്ട്രീം വിങ് വോൾ വിൽ ബി 12.5. ഇനി അതിന്റെ ടോപ്പ് വിഡ്ത് നമുക്ക് അറിയത്തില്ല, അത് നമ്മൾ അസ്യൂം ചെയ്ത് കൊടുക്കുകയാണ് 0.5. കാരണം നിങ്ങൾക്ക് ഈ ഫിഗർ നോക്കിയാൽ തന്നെ അറിയാം, ബിയുടെ വിഡ്ത് അബട്ട്മെന്റിന്റെ വിഡ്ത് നമ്മൾ 0.5 ആയിട്ടാണ് കൊടുത്തത്. അത് തന്നെയാണ് അങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോയിരിക്കുന്നത്. സോ ഇതിന്റെ വിഡ്ത് നമുക്ക് എത്ര തന്നെ കൊടുക്കാം, 0.5 തന്നെ കൊടുക്കാം. സോ അതിന്റെ വിഡ്ത്തും നമ്മൾ എത്രയായിട്ട് അസ്യൂം ചെയ്തു, 0.5 ആയിട്ട് അസ്യൂം ചെയ്തു. സോ ടോപ്പ് അപ്സ്ട്രീം ലെവൽ സെയിം, ബാങ്കിന്റെ ടോപ്പിലുള്ള അപ്സ്ട്രീമിലെ ലെവൽ കൊടുത്തു. പിന്നെ വിഡ്ത്ത് എന്ന് പറയുന്ന 0.5 കൊടുത്തു. ഇനി സ്പ്ലേ അല്ലെങ്കിൽ ഇവിടുത്തെ റേഷ്യോ എന്ന് പറയുന്നത് 1:1. ഇവിടെ നമ്മൾ 1:8 പറഞ്ഞില്ലേ, അതുപോലെ ഇവിടുത്തെ സ്പ്ലേ എന്ന് പറയുന്നത് 1:1 കൊടുത്തു. ഇനി പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വിങ് വാൾ എന്ന് പറയുന്നത് നമ്മൾ നേരെ സോയിലിനകത്തേക്ക് അങ്ങ് കൺസ്ട്രക്ട് ചെയ്യുക ചെയ്യുന്നത്. സോ ഒരുപാട് അങ്ങ്
ഡെപ്തിലോട്ട് അങ്ങ് അബട്ട്മെന്റിന്റെ അത്രയും ഡെപ്തിൽ ഒരു ഫൗണ്ടേഷൻ ഇതിന് ആവശ്യമില്ല. ക്വസ്റ്റ്യനകത്ത് ഒരു പറയുന്നുണ്ട് ഒരു എക്സ്ട്രാ പോയിന്റ്, നിങ്ങൾ നോക്കിയാൽ കാണാം. ഗുഡ് സോയിൽ അവൈലബിൾ എവിടെയാണ്? 8.5 മീറ്റർ ലെവൽ ആകുമ്പോൾ തന്നെ ഗുഡ് സോയിൽ അവൈലബിൾ ആണ്. സോ വിങ് വോളിന്റെ ഒക്കെ ഫൗണ്ടേഷൻ ഗുഡ് സോയിൽ അവൈലബിൾ എവിടെയാണോ നമ്മൾ അവിടെ വരെ കൊടുത്താൽ മതി. പക്ഷേ ഇവിടെയൊക്കെ നമ്മളിപ്പോ ചെയ്തപ്പോ, അതായത് ഇപ്പൊ അബട്ട്മെന്റ് ഡിസൈൻ ചെയ്തപ്പോൾ നമുക്ക് ഇതിന്റെ ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ എവിടം വരെ പോയി? നോക്കിയേ, 7.6 പിന്നെ 1 മീറ്റർ ഡെപ്തോടെ കൊടുത്ത് 6.6 വരെ പോയി അബട്ട്മെന്റ്. പക്ഷെ ഗുഡ് സോയിൽ ഇവിടെ ഇതിന് മുമ്പ് എവിടെയോ ഒരു 8.5 വെച്ച് ഗുഡ് സോയിൽ അവൈലബിൾ ആണ്. സോ ഈ പറയുന്ന വിങ് വോൾസിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 8.5 വരെ ഫൗണ്ടേഷൻ കൊടുത്താൽ മതി. ഈ അബട്ട്മെന്റ് പോലെ ഇത്രയും ഡെപ്തിലോട്ട് പോകേണ്ട ആവശ്യമില്ല. ഗുഡ് സോയിൽ അവൈലബിൾ എവിടെയാണ്? 8.5 മീറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് നിർത്താം. സോ അസ്യൂം എ തിക്നെസ് ഓഫ്, അപ്പൊ നമുക്ക് എങ്ങനെയാ ഇതാണ്ട് നമ്മൾ ഇതിന്റെ ഫൗണ്ടേഷന്റെ തിക്നെസ് നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞപ്പോ ഫൗണ്ടേഷന്റെ തിക്നെസ് നമ്മൾ എത്രയാ പറഞ്ഞേ? അതായത് അബട്ട്മെന്റിന്റെ ഡിസൈൻ ചെയ്തപ്പോൾ ഈ ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഈ ഫൗണ്ടേഷന്റെ തിക്നെസ് നമ്മൾ എത്രയായിട്ടാണ് കൊടുത്തേ? 1 മീറ്റർ ആയിട്ടാണ് കൊടുത്തേ. അത്രയും വേണ്ട ഏതിന്റെ കേസിലും? എ ബിയുടെ കേസിലും വിങ് വോൾസിന്റെ കേസിൽ അത്രയും ഡെപ്ത് ആവശ്യമില്ല. സോ ഈ സെയിം ഫിഗർ തന്നെ വരയ്ക്കുക. പക്ഷേ ഇതിനകത്ത് വിട്ട് നമ്മൾ എത്ര കുറച്ചു? ഇവിടെ വന്നപ്പോഴത്തേക്ക് നമുക്ക് എത്ര മതി? 0.6 മതി വിട്ട്. 0.6 വിട്ട് കൊടുത്തു. 0.5 ആണ് മേളിലത്തെ വിട്ട്. ഇവിടുത്തെ ലെവൽ എത്രയാണ്? അപ്സ്ട്രീമിലെ ബാങ്ക് ലെവൽ 12.5 തന്നെ വരും. പിന്നെ ഗുഡ് സോയിൽ അവൈലബിൾ എത്ര ഡെപ്തിലാണ്? 8.5 ഗുഡ് സോയിൽ അവൈലബിൾ ഡെപ്ത്. അപ്പൊ സോ അവിടെ വെച്ച് ഫൗണ്ടേഷൻ തുടങ്ങാം. ഫൗണ്ടേഷന്റെ വിട്ട് എത്ര മതി? തിക്നെസ് എത്ര മതി? അല്ലെങ്കിൽ ഡെപ്ത് എത്ര മതി? 0.6 മതി. സോ ഈ ലെവൽ നമുക്ക് കിട്ടും. എങ്ങനെ കിട്ടും ഈ ലെവല്? 8.5 മൈനസ് 0.6. 0.6 ചെയ്യുമ്പോൾ നമുക്ക് ഈ ലെവൽ കിട്ടും. ആ ലെവൽ എത്രയാണ്? 7.9. ഇത് 8.5 ഗുഡ് സോയിൽ അവൈലബിൾ ഈ ഡെപ്ത് ആണ്, അത് വെച്ച് നിർത്തി. പിന്നെ ഇതിന്റെ വിട്ട് എന്ന് പറയുന്നത് 0.6 ആണ്. സോ 8.5 മൈനസ് 0.6 ചെയ്തപ്പോൾ നമുക്ക് 7.9 കിട്ടി. അതാണ് ലെവൽ വരുന്നത്. സോ ഹൈറ്റ് അല്ലെങ്കിൽ ഇതിന്റെ ഡെപ്ത് നമുക്ക് എത്രയായിട്ട് കണ്ടുപിടിക്കാം? ഇത് 12.5 അപ്സ്ട്രീമിന്റെ സെയിം ലെവൽ മൈനസ് ഇവിടുത്തെ ലെവൽ എത്രയാണ്? ഗുഡ് സോയിൽ അവൈലബിൾ എത്രയായിരുന്നു? 8.5 അല്ലെ? ഫൗണ്ടേഷൻ നമ്മൾ എവിടുന്നാ കൊടുക്കുന്നത്? 8.5ലാണ് കൊടുക്കുന്നത്. സോ ഹൈറ്റ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 12.5 മൈനസ് 8.5 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.4 കിട്ടും. ഇനി ഇതിന്റെ ബോട്ടം വിട്ട് എന്ന് പറഞ്ഞാൽ ഏതാ? അതെ, ഈ വിട്ട് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 0.4h. 0.4h നമുക്ക് ഇപ്പൊ എത്ര കിട്ടി? 4 ആണെന്ന് കിട്ടി. സോ 0.4 into 4 1.6 കിട്ടും. ബോട്ടം വിട്ടും കിട്ടി. പടം വരയ്ക്കുക. ടോപ്പ് വിട്ട് മാർക്ക് ചെയ്യുക, ബോട്ടം വിട്ട് മാർക്ക് ചെയ്യുക, ഹൈറ്റ് മാർക്ക് ചെയ്യുക, ഇവിടുത്തെ ലെവൽ മാർക്ക് ചെയ്യുക. ഇത് ഗുഡ് സോയിൽ അവൈലബിൾ 8.4 ആയതുകൊണ്ട് വിങ് വോൾസിന് നമ്മൾ അത് കൊടുത്തു. പിന്നെ തിക്നെസ്സും അതുകൊണ്ട് തിക്നെസ്സും വിങ് വോളിന് കുറച്ച് കൊടുത്താൽ മതി, 1 വേണ്ട. അത് നമ്മൾ 0.6 കൊടുത്തു. സോ ഈ ലെവൽ നമുക്ക് 7.6 കിട്ടും. 8.5 0.6 മൈനസ് ചെയ്യുമ്പോൾ. എന്നിട്ട് ഇതിന്റെ ഫിഗർ വരയ്ക്കുക. ഇതാണ് ഏത്? അപ്സ്ട്രീം വിങ് വോൾ എ ബി. ഇനി നെക്സ്റ്റ് ഡൗൺ സ്ട്രീം വിങ് വോൾ സി ഡി ഡിസൈൻ ചെയ്യണം. സി ഡി ഡിസൈൻ ചെയ്യുമ്പോൾ ഇതേപോലെ ഡൗൺ സ്ട്രീം വിങ് വോൾ നിങ്ങൾ നോക്കാമെങ്കിൽ ഡൗൺ സ്ട്രീം വിങ് വോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? സി പോർഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇവിടുത്തെ ലെവൽ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? അബട്ട്മെന്റിനോട് സിമിലറാ. പക്ഷെ ഡി എന്ന് പറഞ്ഞാൽ ഏത് സൈഡിലാണ് വരുന്നത്? ഡൗൺ സ്ട്രീം സൈഡിലാണ് ഡി വരുന്നത്. സോ സി ഡി ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, സി എന്ന് പറയുന്നത് അബട്ട്മെന്റുമായിട്ട് ചേർന്നിരിക്കുന്നത്. സോ അബട്ട്മെന്റിന്റെ ലെവൽ വരും. ഡി എന്ന് പറഞ്ഞാൽ ഡൗൺ സ്ട്രീം സൈഡിലുമായിരിക്കും വരുന്നത്. അപ്പൊ ഇനി അത് ഡിസൈൻ ചെയ്തേക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. ഡൗൺ സ്ട്രീം വിങ് വോൾ വരുമ്പോഴത്തേക്കും ടോപ്പ് ലെവൽ ഓഫ് ദി വിങ് വോൾ അറ്റ് സി എന്ന് പറയുന്ന ഏതായിരിക്കും? അപ്സ്ട്രീം ബെഡിന്റെ അതേ ലെവൽ, അതായത് അബട്ട്മെന്റ് കൊടുത്ത ഏത് ലെവലാണോ അതേ ലെവലിൽ തന്നെ അതും വരും. അതെത്രയാണ്? 12.5 ആണ്. 12.5. അതായത് ഈ ലെവൽ അബട്ട്മെന്റ് നമ്മൾ ഇവിടെ കൊടുത്ത, അതായത് ഞാൻ പറഞ്ഞത് ഈ വോളാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഈ വോളിലെ സി പോർഷൻ പറയുവാണെങ്കിൽ അബട്ട്മെന്റിനെ തൊട്ടാ നിൽക്കുന്നത്. സോ അബട്ട്മെന്റിന്റെ അവിടുത്തെ ലെവൽ നമ്മൾ അപ്സ്ട്രീമിന്റെ അതേ ലെവലാണ് കൊടുത്ത് 12.5. സോ അതിന്റെ ലെവൽ എത്ര വരും? 12.5. പക്ഷെ ഡിയിൽ വരുമ്പോൾ ഡൗൺ സ്ട്രീമിന്റെ ലെവലാണ്. ഡൗൺ സ്ട്രീമിന്റെ ലെവല് 10.5 ആണ്. സോ ഡി വരുമ്പോൾ ലെവല് 10.5 ആയിരിക്കും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. വിങ് വോളിന്റെ ടോപ്പ് എന്ന് പറയുന്നത് സിയില് 12.5ഉം ഡിയില് 10.5ഉം ആയിരിക്കും. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിലും നമുക്ക് ഫൗണ്ടേഷൻ ഒരുപാട് ഡെപ്ത് 1 മീറ്റർ കൊടുക്കണ്ട. ഫൗണ്ടേഷൻ നമ്മൾ എത്ര കൊടുത്താൽ മതി? 0.6 കൊടുത്താൽ മതി. തൊട്ട് മുമ്പേ പറഞ്ഞ പോലെ 0.6 കൊടുത്താൽ മതി. അബട്ട്മെന്റിന്റെ സെയിം എടുക്കുക. അബട്ട്മെന്റിന്റെ ഫിഗർ നോക്കുക. അബട്ട്മെന്റിന്റെ ഫിഗർ ഇതാണ് നമ്മുടെ അബട്ട്മെന്റിന്റെ ഫിഗർ. അപ്പൊ അബട്ട്മെന്റിന്റെ ഫിഗറിന്റെ ഫൗണ്ടേഷൻ ലെവൽ എത്രയിലായിരുന്നു? 7.6ലായിരുന്നു. അതേ ലെവൽ വരും എവിടെയും ഈ വിങ് വോളും ഏതാ?
ഇതേ ലെവൽ എവിടെ വരും 7.6 വരും. ടോപ്പ് വിഡ്ത്ത് നമ്മൾ 0.5 ആയിട്ട് അസ്യൂം ചെയ്തു. പക്ഷെ ഇതിന്റെ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന എവിടെയാണ്? ഡൗൺ സ്ട്രീം സൈഡിന്റെ ലെവലുമായിട്ടാണ് നിൽക്കുന്നത്. സോ ഇവിടെ 10.5 വരും. ഇവിടുത്തെ വിഡ്ത്ത് നമ്മൾ 0.5 അസ്യൂം ചെയ്തു. പിന്നെ ഈ ലെവൽ എത്രയാണ്? 7.6. പിന്നെ ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ എത്രയേ കൊടുക്കത്തുള്ളൂ? 0.6 മതി. സോ 0.6 കൊടുത്തു. 7ൽ നിന്ന് 0.6 കുറയ്ക്കുമ്പോൾ ഇവിടുത്തെ ലെവൽ എത്ര കിട്ടും? 7 കിട്ടും. സോ ഹൈറ്റ് ഓഫ് ദി വോൾ, ഈ വോളിന്റെ ഹൈറ്റ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 10.5 മൈനസ് 7.6 ചെയ്താൽ മതി. 2.9 കിട്ടും. ഈ വിഡ്ത്ത് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 0.4h. അതെല്ലായിടത്തും വിഡ്ത്ത് കണ്ടുപിടിക്കാൻ ഒരേ ഇക്വേഷൻ ആണ് 0.4h. 0.4 into h ചെയ്യുമ്പോൾ 1.16 കിട്ടും. അപ്രോക്സിമേറ്റ്ലി 1.2 meters എന്ന് കിട്ടും. ഓക്കെ, ഇനി അതാണ് സി വിങ് വോൾ. ഇനി സി ഡി കഴിഞ്ഞിട്ട് ഒരു പോർഷൻ കൂടെ വരുന്നുണ്ട്, റിട്ടേൺ വോൾ ഡി ഇ വരുന്നുണ്ട്. റിട്ടേൺ വോൾ ഡി ഇ എന്ന് പറയുന്നത് ഈ സി ഡിയുടെ അതേ ഡയമെൻഷനിൽ തന്നെ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നതെന്ന് എഴുതിയാൽ മതി. അതാണ് അടുത്ത മെൻഷൻ ചെയ്തിരിക്കുന്നത്. ദി സെയിം സെക്ഷൻ ഈസ് പ്രൊവൈഡഡ് ഫോർ റിട്ടേൺ വോൾ ഡി ഇ. മനസ്സിലായോ? ഇനി നെക്സ്റ്റ് വരുന്നത് സ്റ്റെപ്പ് 7, ലെങ്ത് ഓഫ് റിവെറ്റ്മെന്റ്സ് ആൻഡ് ബെഡ് പിച്ചിങ്. അതെന്ന് പറഞ്ഞാൽ ആ ഫിഗർ ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ലെങ്ത് ഓഫ് റിവെറ്റ്മെന്റ്സ് ആൻഡ് ബെഡ് പിച്ചിങ് എന്ന് പറഞ്ഞാൽ ഈ ഫിഗർ നോക്കുക. ഇതിപ്പോ ജസ്റ്റ് ഒരു സിമ്പിൾ ഒരു എക്സാമ്പിൾ നോക്കുക. ഇതാണ് വെള്ളം ഫ്ലോ ചെയ്ത് വരുന്നത്. ഇതാണ് നമ്മുടെ നോച്ച് എന്നിരിക്കട്ടെ. ഈ നോച്ചിൽ കൂടെ വെള്ളം ഫ്ലോ ചെയ്യുന്നു. അപ്പം ഈ വെള്ളം ഒഴുകി വരുമ്പോൾ കണ്ടോ, ഇതിന്റെ രണ്ട് സൈഡിലും നമ്മൾ എന്ത് ചെയ്യും? റിവെറ്റ്മെന്റ്സ് ആൻഡ് ബെഡ് പിച്ചിങ് കൊടുക്കും. ഇതിനെയാണ് റിവെറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. ഇത് അപ്സ്ട്രീം സൈഡിലും വരും, ഡൗൺ സ്ട്രീം സൈഡിലും വരും. റിവെറ്റ്മെന്റ്സ്. പിന്നെ ഇവിടെ വെള്ളം ഫ്ലോ ചെയ്ത് വരുന്നിടത്ത് കൊടുക്കുന്നതാണ് ബെഡ് പിച്ചിങ്. മനസ്സിലായോ? അപ്പൊ ഇതാണ് ഈ കല്ല് കെട്ടി കൊടുക്കുന്നതാണ്. അത് ജസ്റ്റ് നിങ്ങൾക്ക് ആ ഫിഗർ ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ അത് കാണിച്ചതാണേ. ഇനി ഡിസൈനിലോട്ട് വരുവാണെങ്കിൽ അപ്പൊ ആ റിവെറ്റ്മെന്റ്സും ബെഡ് പിച്ചിങ്ങും നമ്മൾ എത്ര കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് റിവെറ്റ്മെന്റ്സ് ആൻഡ് ബെഡ് പിച്ചിങ്. റിവെറ്റ്മെന്റ് എന്താണെന്നാണെന്ന് ജസ്റ്റ് എഴുതിയിരിക്കുന്നത്, ബെഡ് പിച്ചിങ് എന്താണെന്ന് എഴുതിയിട്ടുണ്ട്. അതിനുശേഷം ആദ്യം അപ്സ്ട്രീം റിവെറ്റ്മെന്റ് ആൻഡ് ഏപ്രൺ. ഏപ്രൺ എന്ന് പറഞ്ഞാൽ ബെഡ് പിച്ചിങ്ങിനെ തന്നെയാണ് ഏപ്രൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അപ്സ്ട്രീം സൈഡിൽ കൊടുക്കുന്ന ലെങ്ത് ഓഫ് റിവെറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ 3 into DC. DC എന്ന് പറഞ്ഞാൽ എന്താ? അപ്സ്ട്രീം സൈഡിലെ ഡെപ്ത് ഓഫ് വാട്ടർ. അപ്സ്ട്രീം സൈഡിലെ ഡെപ്ത് ഓഫ് വാട്ടർ 1.5. അപ്പൊ 3 into 1.5 ചെയ്യുക, അല്ലെങ്കിൽ 3 meter. ഇത് രണ്ടിൽ ഏതാണോ ഗ്രേറ്റർ അതാണ് എടുക്കുന്നത്. അപ്പൊ 3 into 1.5 ചെയ്യുമ്പോൾ നമുക്ക് 4.5 meters or 3 meter. ഇത് രണ്ടിൽ ഏതാ ഗ്രേറ്റർ? 4.5. സോ ലെങ്ത് ഓഫ് റിവെറ്റ്മെന്റ് അപ്സ്ട്രീം സൈഡിൽ എത്ര കൊടുക്കണം? 4.5 meter കൊടുക്കണം. ഇനി ലെങ്ത് ഓഫ് ഏപ്രൺ എന്ന് പറഞ്ഞാലോ, ലെങ്ത് ഓഫ് ഏപ്രൺ എന്ന് പറഞ്ഞാൽ ഹാഫ് ദി ലെങ്ത് ഓഫ് റിവെറ്റ്മെന്റ് കൊടുക്കണം. ഹാഫ് ദി ലെങ്ത് ഓഫ് റിവെറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഹാഫ് ഇൻറ്റു 4.5 2.25 കൊടുക്കുക. ഇനി അതേപോലെ ഡൗൺ സ്ട്രീം സൈഡിലെ റിവെറ്റ്മെന്റിന്റെ ലെങ്ത് അതെന്ന് പറഞ്ഞാൽ 4 into FSD, അതായത് ഫുൾ സപ്ലൈ ഡെപ്ത്. ഫുൾ സപ്ലൈ ഡെപ്ത് എത്രയാണോ പ്ലസ് ഹൈറ്റ് ഓഫ് ഡ്രോപ്പും കൂടെ കൺസിഡർ ചെയ്യണം, ഓർ 6 meter. ഇത് രണ്ടിൽ ഏതാണോ ഗ്രേറ്റർ അത്. സോ 4 into ഫുൾ സപ്ലൈ ഡെപ്ത് എന്ന് പറഞ്ഞാൽ 1.5 ആണ്, പ്ലസ് ഡ്രോപ്പ് എന്ന് പറയുന്നത് എത്ര? അപ്സ്ട്രീമിൽ നിന്ന് ഡൗൺ സ്ട്രീമിലോട്ട് ഡ്രോപ്പും ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട് 2. സോ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 14 എന്ന് കിട്ടും, ഓർ 6 meter. ഇത് രണ്ടിൽ ഏതാണോ ഗ്രേറ്റർ അത് കൊടുക്കുക. സോ ലെങ്ത് എത്ര വരും? ഡൗൺ സ്ട്രീം സൈഡിൽ 14 meters വരും. ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇനി ഏപ്രിലിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ നേരെ ഹാഫ് ആയിരിക്കും കൊടുക്കുന്നത്. സോ ഹാഫ് ഓഫ് 14 7 meters കിട്ടും. ഇതാണ് ലെങ്ത് ഓഫ് റിവെറ്റ്മെന്റ് ആൻഡ് ബെഡ് പിച്ച്. ഇതാണ് അതിനകത്ത് അതിന്റെ ഫിഗർ വരുന്നത്. ഈ ഫിഗറിനകത്ത് കാണിച്ചിരിക്കുന്നത് നമ്മൾ ഡിസൈൻ ചെയ്ത സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. ആദ്യം എന്താ ഇതിനകത്ത് റിവെറ്റ്മെന്റ്സും ബെഡ് പിച്ചിങ് കാണിച്ചിരിക്കുക. അതായത് ഈ സൈഡിൽ കാണുന്ന വോള്, ആ വോളിന്റെ സൈഡിൽ കട്ട കെട്ടി കൊടുത്തിരിക്കുന്നതാണ്. പിന്നെ നമ്മൾ ഡിസൈൻ ചെയ്ത ഡ്രോപ്പ് വോളാണ് ദാ ഈ ഡ്രോപ്പ് വോള്. അതിന്റെ ഡയമെൻഷൻസ് എഴുതുക, അതിന്റെ മുകളിൽ നോച്ച് പിയർ കൊടുക്കുക. പിന്നെ ഇവിടുന്ന് വെള്ളം ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യുന്നു ഡൗൺ സ്ട്രീം. അപ്പൊ ഇവിടെ വരുമ്പോൾ ഇതിന്റെ ഫ്ലോർ നമ്മൾ ഓൾറെഡി എല്ലാം ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു വാട്ടർ കുഷൻ ഉണ്ട്. സോ മണ്ടയ്ക്കോട്ട് ബെഡിൽ കയറുന്നു, ഇവിടുന്ന് ബെഡ്. ഇവിടെ രണ്ട് സൈഡിലും ഈ സൈഡ് എന്താ സൈഡ് ഭിത്തിയായി കാണിച്ചിരിക്കുന്നത്, സൈഡ് ഭിത്തി. അവിടെയും കൂടെ ചേർത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ബെഡ് പിച്ചിങ്ങും റിവെറ്റ്മെന്റും കൊടുത്തിരിക്കുന്നു. ബാക്കി ഡയമെൻഷൻസ് എല്ലാം അതിൽ മാർക്ക് ചെയ്യുക. ഇത് അതിന്റെ എന്താ സെക്ഷണൽ പ്ലാൻ, സെക്ഷൻ കട്ട് ചെയ്ത് നോക്കുന്നത് കാണുന്ന. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് അതിന്റെ ഹാഫ് ഫൗണ്ടേഷൻ പ്ലാൻ. ഹാഫ് ഫൗണ്ടേഷൻ പ്ലാൻ എന്ന് പറയുമ്പോൾ ഈ സൈഡിൽ അതിന്റെ ഫൗണ്ടേഷൻ കാണിച്ചിരിക്കുന്നു, ഇപ്പുറത്തെ സൈഡിൽ നോർമൽ പ്ലാനും കാണിച്ചിരിക്കുന്നു. ഓക്കെ, ഇതാണ് അതിന്റെ. പിന്നെ അതിന്റെ രണ്ട് സെക്ഷൻസ് A, C, B 3 സെക്ഷൻസും ആണ് ഈ കാണിച്ചിരിക്കുന്നത്.